അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാനിൽ ഗൾഫ് നാടുകളിലൊക്കെ 1 മുതൽ തന്നെ വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് തുടങ്ങിയതാണ്. പലരും ചോദിച്ചിരുന്നു ഖുനൂത്തുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ. ആദ്യമായി പറയുന്നത്, ഷാഫിഈ മദ്ഹബ് പ്രകാരം വിത്ർ നിസ്കാരത്തിലെ ഖുനൂത്ത് റമദാനിൻ്റെ 2ാമത്തെ പകുതിയിലാണ്. അതായത് റമദാൻ 15ാമത്തെ നോമ്പ് കഴിഞ്ഞ് അന്ന് രാത്രി മുതലാണ് വിത്റിൽ ഖുനൂത്ത് തുടങ്ങുന്നത്. എന്നാൽ ഹംബലി, ഹനഫി ഈ 2 മദ്ഹബ് പ്രകാരവും വിത്റിലെ ഖുനൂത്ത് റമദാൻ ആദ്യം മുതൽ തന്നെ തുടങ്ങുന്നതാണ്. അതുമാത്രമല്ല, റമദാൻ അല്ലാത്ത സമയത്ത് പോലും വിത്റിൽ ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട് എന്നുകൂടി അവരുടെയൊക്കെ മദ്ഹബുകളിലെ പല ഗ്രന്ഥങ്ങളിലും കാണാം. നിങ്ങളൊക്കെ പലപ്പോഴും കാണുന്നുണ്ടാവും, റമദാൻ അല്ലാത്തപ്പോഴും പല ആളുകളും പള്ളിയിൽ വിത്ത് നിസ്കരിച്ച് ഖുനൂത്ത് ഓതുന്നത്. അതെന്താണ് എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആകണ്ട, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആദ്യമായി, വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്ന സമയത്ത് കൈ ഉയർത്തൽ സുന്നത്തുണ്ട്, അതുപോലെ തന്നെ ആമീൻ പറയലും സുന്നത്തുണ്ട്. എന്നാൽ ഈ ഖുനൂത്ത് കഴിഞ്ഞ ഉടനെ മുഖം തടവൽ സുന്നത്തില്ല. വിത്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഒരുപാട് നീണ്ട പ്രാർത്ഥനകളാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ദുആ കഴിഞ്ഞതല്ലേ എന്ന നിലക്ക് നമ്മൾ കൈ കൊണ്ട് മുഖം തടവുന്നത് പതിവാക്കിയവരാണ്. പക്ഷേ നിസ്കാരത്തിലെ ഖുനൂത്തിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് സുന്നത്താണെന്ന് ഹദീസുകളിലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചെയ്യൽ സുന്നത്തില്ല, ചെയ്യേണ്ടതില്ല. ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മദ്ഹബ് പ്രകാരം തുടർച്ചയായ 3 അനക്കം കൊണ്ട് നിസ്കാരം ബാത്തിലാകും എന്നതിനാൽ നമ്മൾ കൈ മുകളിലേക്ക് ഉയർത്തി മുഖം തടവി പിന്നെ താഴ്ത്തിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അനക്കം കൂടുതലാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മൾ കൈ ഖുനൂത്ത് കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചിരുന്ന കൈ നേരെ താഴ്ത്തിയിടുക. നമ്മൾ മുമ്പ് എങ്ങനെയാണ് എഴുത്തിദാലിൽ നിന്നത് അതുപോലെ നിന്നിട്ട് നേരെ സുജൂദിലേക്ക് പോകുക. ചിലർ ഈ കൈ ഇങ്ങനെ തന്നെ പിടിച്ച് സുജൂദ് വരെ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുപോകുന്നത് കാണാറുണ്ട്. അതും സുന്നത്തല്ല. ഖുനൂത്തിൽ പിടിച്ച കൈ ഖുനൂത്ത് കഴിഞ്ഞ ഉടനെ നേരെ താഴ്ത്തിയിടുക, എഴുത്തിദാലിൽ നിൽക്കുന്നത് പോലെ. എന്നിട്ട് സാധാരണയായി സുജൂദിലേക്ക് പോകുന്നത് പോലെ പോകുക. മുഖം തടവലോ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് താഴെ വരെ കൊണ്ടുപോകലോ രണ്ടും സുന്നത്തില്ലാത്ത കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഉണർത്തുന്നു.